നമസ്കാരം. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഓണം കാർഷിക മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ച് മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത്. 1000-ൽ പരം പേർ പങ്കെടുത്ത വിളംബര ഘോഷയാത്ര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് നെടിയാണിക്കൽ ക്ഷേത്ര മൈതാനത്ത് സമാപിച്ചു. മാവേലി മന്നനെ വരവേൽക്കുന്ന ഒരു പൊന്നോണ നാൾ കൂടി കടന്നു വരുമ്പോൾ ഈ പൊന്നോണ നാളിനെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ആനയിക്കുവാൻ താമരക്കുളത്തിന്റെ മണ്ണും മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞു. താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഓണം കാർഷിക ഉത്സവത്തിന്റെ ഭാഗമായുള്ള വർണ്ണശബളമായ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നുവരുന്നത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി രജിതയെ അളകതന്റെ ക്ഷണിച്ചു കൊടുത്തു. ജഗദീശരാത്രിയും ശശാങ്കതാരകങ്ങളും പകലുമർക്കബിംബവും നിറന്ന മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പവൃന്ദശലഭവും മികവിലിൻ്റെ വൈഭവങ്ങൾ വാട്ടിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം. വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ മധു ജി സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര MP കൊടിക്കുന്നിൽ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show. സ്റ്റാളുകളുടെ ഉദ്ഘാടനം MLA MS അരുൺകുമാർ നിർവഹിച്ചു. ആകാശവാണി വയലും വീടും പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര മുഖ്യ സാന്നിധ്യം വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അതായത് സെപ്റ്റംബർ 9 മുതൽ കാർഷിക മേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 9 മുതൽ 13 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ കാർഷിക മേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. താമരക്കുളം എന്ന് പറയുമ്പോൾ പൈതൃകമായി ഒരു കാർഷിക ഗ്രാമമാണ്. മാധവപുരം പബ്ലിക് മാർക്കറ്റ് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് മാധവപുരം പബ്ലിക് മാർക്കറ്റ്. ആ കർഷക പെരുമ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മേള സംഘടിപ്പിച്ചിരുന്നു. ആ മേളയിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകളുണ്ട്, കർഷകരുടെ സ്റ്റാളുകളുണ്ട്, കുടുംബശ്രീയുടെ തന്നെ 6ഓളം സ്റ്റാളുകളുണ്ട്, കുടുംബശ്രീയുടെ തനതായ സ്റ്റാളുകൾ. കഴിഞ്ഞ വർഷം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള കുടുംബശ്രീ CDS താമരക്കുളം ഗ്രാമപഞ്ചായത്ത് CDS ആയിരുന്നു. അത് ഈ കാർഷിക മേളയിൽ അവരുടെ സ്റ്റാളുകളിലെ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവിൽ നിന്നാണ് അത്രയും വലിയ 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കലാപരിപാടികളും കാർഷിക മേളയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും ഗാനമേളയും, പിന്നെ തിരുവാതിര മത്സരം, അത്തപ്പൂക്കള മത്സരം, മറ്റ് കാർഷിക സെമിനാറുകൾ, കാർഷിക ചർച്ചകൾ, അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ 13-ാം തീയതിയാണ് ഈ കാർഷികോത്സവം അവസാനിക്കുന്നത്. അന്ന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ സ്പേസ് ഓൺ ദ വീൽ എന്ന പ്രോഗ്രാം എന്ന എക്സിബിഷൻ അന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ITBPയുടെ ആയുധ പ്രദർശനവും 13-ാം തീയതി സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന ഒരു പ്രോഗ്രാമാണ്, കാർഷിക ഉത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഉദ്ഘാടനം ഘോഷയാത്രയൊക്കെ ഗംഭീര ഘോഷയാത്രയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ സ്റ്റാളുകൾ സന്ദർശിച്ചത്. തുടർന്ന് 4 ദിവസങ്ങളിലും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. അതുപോലെ കാർണിവൽ അടക്കമുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് അടക്കമുള്ള മറ്റ് സ്റ്റാളുകളും നിലവിൽ മേളയിൽ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തി സുഭാഷ്, സിനുഖാൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB ഹരികുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ R, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജ്യോതിഷ്, ഭരണിക്കാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജശ്രീ, ഭരണിക്കാവ് ക്ഷീരവികസന ഓഫീസർ വിനോദ് P, താമരക്കുളം കൃഷി ഓഫീസർ ദിവ്യശ്രീ,
പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സതി, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി MLA ആണ്. എൻ്റെ മണ്ഡലത്തിലെ കാടൂരി ഗ്രാമപഞ്ചായത്തിലെ കാതികുളത്ത് താമസിക്കുന്ന വിഷ്ണുരാജ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റ് രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വളരെ നിർധന കുടുംബാംഗമായ വിഷ്ണുരാജിനെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ്. ഇപ്പോൾ തന്നെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഭീമമായ ചികിത്സാ ചെലവ് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അധികം സാമ്പത്തിക ചെലവുണ്ട്. 25 ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ ചെലവ് വരുന്നത്. നല്ല മനസ്സുള്ള ആളുകൾ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൽ നിങ്ങളെക്കാൾ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി ഈ
സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇപ്പോൾ രാജഗിരി മെഡിക്കൽ കോളേജ് പോലുള്ള ആസ്പത്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷ്ണുവിൻ്റെ അമ്മയാണ്. അവർ സാധാരണ കുടുംബമാണ്. അപ്പോൾ അതിൽ സാമ്പത്തികമൊന്നും തന്നെ ഇല്ല. നല്ല മനസ്സുകളുള്ള കാരുണ്യ പ്രവർത്തനത്തിന് ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും സഹായമാണ് ഈ അവസ്ഥയിൽ. വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ട് കഴിയും. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ജീവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി കേരള പഞ്ചായത്ത് news@gmail.com എന്ന ഇമെയിലിലോ 9037410981 8139829209 എന്ന വാട്സാപ്പ് നമ്പറിലേക്കോ വിശദവിവരങ്ങൾ അയയ്ക്കുക. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ ഷെയർ ചെയ്യുക.